നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്ടർ ഹാരിസിന്റെ വോയിസിലൂടെ തന്നെ നമുക്ക് സംസാരിക്കാം. ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ലക്ഷ്യം ആ വഴി ഞാൻ നോക്കിയില്ല, എന്റെ ലക്ഷ്യം വളരെ സത്യസന്ധമായിരുന്നു, എന്റെ ലക്ഷ്യം സാധാരണക്കാരന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഹാരിസ് എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികനായ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഉന്നതമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഈ പറയുന്ന വ്യക്തി ഉന്നയിച്ചു എന്ന് പറയുന്ന വിഷയം ജനത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്. അതായത് ഒരു സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന സർക്കാർ ഹോസ്പിറ്റലുകളെയാണ്. അതിൽ തന്നെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള തീവ്ര പരിചരണം വേണമെന്നുള്ളവർ കൂടുതലും സമീപിക്കുന്നത് മെഡിക്കൽ കോളേജുകളെയാണ്. അതിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒരുപാട് പങ്കുമുണ്ട്. ചെയ്ത കാര്യങ്ങളെ ഒന്നും മാറ്റിവെച്ചിട്ടല്ല ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ അത് ചോദിക്കുക തന്നെ ചെയ്യും. അതിന് ഏത് വലിയ തമ്പുരാന്റെ കോട്ട കൊത്തളങ്ങൾ ഇളകുന്നതാണെങ്കിലും ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ അത് ഒരു സഹാവെന്ന മുദ്ര, അല്ലെങ്കിൽ ഒരു സഹാവിന്റെ ശബ്ദം എന്ന രീതിയിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഒരു കറകളഞ്ഞ റിയൽ ആയിട്ടുള്ള ഒരു പച്ചയായ ഒരു സഹാവാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നതിൽ എനിക്ക് ലെവലേശം സംശയമില്ല. കാരണം പുള്ളി ഉയർത്തിയത് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പുള്ളി ഉയർത്തിയ ശബ്ദം സാധാരണക്കാരന്റെയാണ്. ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ അവന്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് ഉണ്ടാവണം. എന്തെങ്കിലും ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു വേണം ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുവാൻ. 24/7 അല്ലെങ്കിൽ 365 ദിവസവും എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കേണ്ട ഇടങ്ങളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ പെടുന്ന ഈ ഹോസ്പിറ്റലുകൾ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു സാധാരണക്കാരന് ആവശ്യമായ മരുന്നുകൾ, ആവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംഭവങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, ബാക്കി പരിചരണങ്ങൾ, ബാക്കി എല്ലാ സെഷനുകളും, ക്ലിനിക് മുതൽ എല്ലാം കൂടി ഒന്നു ചേരുന്നതാണ് നമ്മുടെ ആരോഗ്യരംഗം. അവിടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അപാകത കാണുമ്പോൾ അതിന്റെ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ നിലവിലുള്ള ഇതിന്റെ ഒരു നേതൃപാഠം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിനാണ്. അതിലൊരു മന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിൽ ഒരു ആരോഗ്യ മന്ത്രിയെ വെക്കുന്നതും ഇതിനെല്ലാം നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുവാനാണ് ജനങ്ങൾ 5 വർഷം കൂടുന്തോറും ഇവിടെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. അതിന് മെജോറിറ്റി വരുന്ന ഒരു ടീം ഭരിക്കുകയും അവർ അവരുടെ ഇടങ്ങളിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ സെഷനിലേക്ക് വേണ്ടി ഓരോ മന്ത്രിമാരെ നിയോഗിക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാണ് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത്. ഒരു സാധാരണക്കാരൻ അവന്റെ ആവശ്യവുമായി കടന്നു ചെല്ലുന്ന സർക്കാർ സംവിധാനങ്ങളിൽ എന്തെങ്കിലും ഒരു അപാകത വരുമ്പോൾ അവിടെ അപാകതയാണെന്ന് ഈ പറയുന്ന അവിടെ നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പൊതുസമക്ഷത്തിൽ വന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്തിന്റെ പേരിലുള്ള ആരോപണമാണ്? ഇപ്പോൾ അയാളെ കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കുന്ന ഒരു കൂട്ടം മന്ത്രിമാരെ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാരിസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഹാരിസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ട് ഒരുപാട് വഴികൾ ശ്രമിച്ചതിന് ശേഷം ഒരിടത്തും തുറക്കാതെ വന്നപ്പോഴാണ് ആ പറയുന്ന ഡോക്ടർ സാധാരണക്കാരന്റെ വേദന കണ്ടപ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരന്മാർ തന്റെ സർജറി കഴിഞ്ഞ് മുറിവിനെ തുന്നിക്കെട്ടുവാൻ നൂലും മേടിച്ച് അതിന് സ്റ്റിച്ചിങ് ഉപകരണങ്ങളും മേടിച്ച് ഒരു ആശുപത്രി വരാന്ത കയറി ഇറങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതുപോലെ തന്നെ ഇന്ന് പല മീഡിയകളും വിടുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ മീഡിയകളിലേക്ക് അത് എത്തി നോക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളാവുന്ന മനുഷ്യർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ എടുത്താൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ബെഡില്ലാതെ നല്ല ഗുരുതരമായ അസുഖങ്ങളുള്ള, നല്ല പനിയുള്ള, ഒരുപാട് ചികിത്സ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ കെയർ വേണ്ട ആളുകൾ പോലും ബെഡില്ലാതെ തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഇന്നും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരണപ്പെടുന്നതും ഇന്ന് വാർത്തകളിൽ ദിവസവും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനവസാനം പറയുന്ന ഒരു വേർഡുണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ്. അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ച് ആ ഒരു ജീവനെ, ഒരാൾ മരണപ്പെട്ടാൽ ആ ഒരു വേർഡ് കൊണ്ട് ആ ഒരു വിഷയത്തെ ഒതുക്കി തീർക്കാൻ ഇവിടുത്തെ നിലവിൽ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരുന്ന, നമ്മളെ ഭരിച്ചു വന്ന എല്ലാ സർക്കാരുകൾക്കും എല്ലാ സിസ്റ്റത്തിനും അത് സാധിച്ചിട്ടുണ്ട്. അതിലൊരു വേറിട്ട, അല്ലെങ്കിൽ അതിലൊരു വ്യത്യസ്തനായ ഒരു ശബ്ദമാണ് ഡോക്ടർ ഹാരിസിൻ്റെത്.
പുള്ളി ഉയർത്തിയത് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെയാണ്. അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയും പങ്കാളിത്തമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെയും വോട്ട് മേടിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരു സർക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സർക്കാർ ചെയ്യുന്ന തെറ്റിനെ അതിന്റെ റിയൽ ഫാക്ട് തിരിച്ചറിയുന്ന ഒരാൾ പ്രതികരിച്ചാൽ എങ്ങനെയാണ് അയാൾ ഒരു കുറ്റക്കാരനാവുന്നത്? അയാളുടെ ഇതുവരെയുള്ള ഗുഡ് സർട്ടിഫിക്കറ്റിൽ ഒരു ബാഡ് മാർക്ക് എങ്ങനെയാണ് അതുകൊണ്ട് വീഴുന്നത്? ഇപ്പോൾ അയാൾക്കെതിരെ പരസ്യമായും പ്രത്യക്ഷമായും നല്ല രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നടത്തുന്നുണ്ട്, CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വെറും സേവകർ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവസാന വാക്ക്, അങ്ങനെ ഒരിത് ഈ പറയുന്ന ജനാധിപത്യ നിഘണ്ടുവിലില്ല. പിണറായി വിജയനായാലും ഈ പറയുന്ന ഗോവിന്ദൻ മാഷായാലും നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അതിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പട്ടം, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പട്ടം ജനങ്ങൾ ചാർത്തി തന്നതാണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇവിടെ ഒരു സർക്കാർ വേണ്ടത്. അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പൊതു ഇടത്തിൽ വന്ന് അവതരിപ്പിച്ചാൽ അദ്ദേഹത്തെ കൂട്ടമായി ആക്രമിക്കുന്ന ഈ ഒരു വ്യവസ്ഥ ഈ നാട്ടിൽ നിന്നും മാറണം. ഇനി അയാൾക്കെതിരെ നാളെ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എടുത്താൽ ഉറപ്പാണ് ഈ കേരള ജനത അയാൾക്കൊപ്പം നിൽക്കും, ആ മനുഷ്യനൊപ്പം നിൽക്കും. അതുപോലെ തന്നെ മിക്ക ഡോക്ടേഴ്സ് സംഘടനകളും ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന് ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വരെ 9-ാം വർഷം കഴിഞ്ഞ് 10-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയൊരു കറുത്ത ഏടായിരിക്കും ഇനി ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെതിരെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു നടപടി എടുത്താൽ ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ മെഷീനുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്തേ ഇത്രയും നാൾ എത്തിയില്ല? എന്തേ ഒരു ഡോക്ടർ ഉച്ചമുയർത്തി പൊതു ഇടത്തിൽ സംസാരിച്ചപ്പോൾ മാത്രം നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്? അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ശബ്ദം ഉയർത്തണം. നിങ്ങൾ ഒരു ഇടതുപക്ഷ പാർട്ടിയാണെങ്കിൽ ഒരുപാട് സമരങ്ങളിലൂടെയും ഒരുപാട് വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിലും കൂടെയും ഈ നാട്ടിൽ വേരുറപ്പിച്ച ഒരു സംഘടനയാണ് ഇടതുപക്ഷ സംഘടനകൾ. അവർക്കറിയാമായിരിക്കുമല്ലോ ഒരു സമരത്തിന്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കേണ്ടയും അവകാശത്തിനെ കുറിച്ച്. അത്തരത്തിലുള്ള ഒരു സൈലന്റ് പോരാട്ടം തന്നെയാണ് ഹാരിസ് എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവിയായ വ്യക്തി ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാരനും കൂടി വേണ്ടിയെന്ന് ഓർക്കുമ്പോൾ അഭിമാനമാണ് ഡോക്ടറെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യനെ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മനുഷ്യനെ പൊതിഞ്ഞു പിടിക്കേണ്ടതും ആ മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തേണ്ടതും ഇവിടത്തെ ഓരോ സാധാരണക്കാരന്റെയും ആവശ്യമാണ്. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയത്തെ എടുത്ത് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇരുത്തിയിട്ട് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി നമ്മളിൽ ഒരാളാണ്, നമ്മളുടെ ഇടങ്ങളിലെ ഒരാളാണ്. ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് നിർത്തേണ്ടത് ഇവിടത്തെ ഓരോ സാധാരണ മലയാളിയുമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുത്തകൾക്ക് ഇങ്ങനെയുള്ള സാധാരണ നന്മയുള്ള മനുഷ്യരെ കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കാതെ നമ്മളുടെ കരങ്ങളിൽ, ഉള്ളം കരങ്ങളിൽ ചേർത്ത് നിർത്തിയാൽ നമ്മുടെ ആരോഗ്യ കേരളങ്ങൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഇനിയുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനായി ഈ ഡോക്ടർ ഹാരിസ് മാറും. ആരോഗ്യരംഗത്ത് ഒരുപാട് സുദീർഘമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുണ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഡോക്ടർ ഹാരിസ്. ഒരുപാട് പേർക്ക് സാന്ത്വനമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് ജീവനുകളെ കൈത്താങ്ങിൽ നിർത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മനുഷ്യനാണ്. സ്വന്തം ഡിപ്പാർട്ട്മെന്റുകളിലും കൂടെ വർക്ക് ചെയ്യുന്നവർക്കായാലും 1000 നാവാണ് ഈ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ ഇപ്പോൾ ഒരു സാധാരണക്കാരായ നമുക്കും സാർ നിങ്ങളോട് അഭിമാനമാണ് നിങ്ങളുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്, നിങ്ങൾ സംസാരിച്ചതിന്, നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തിയതിന്. ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പിടിയാളന്മാരുടെ ബാക്കിയുള്ള ജൽപ്പനങ്ങൾ നിങ്ങൾ കേൾക്കണ്ട. അവർ എന്തുമേ പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഒപ്പം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന, രാഷ്ട്രീയം മാറ്റിവെച്ച് ഇതിലും രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട് ഉള്ളില്, ഇതിനെ മുതലെടുക്കാൻ നടക്കുന്ന രാഷ്ട്രീയം, അവരുടെ ആവശ്യം നാളത്തെ വോട്ട് ബാങ്കാണ്, നാളത്തെ സീറ്റാണ്, നാളത്തെ മന്ത്രികളാണ്, മന്ത്രിസഭകളാണ്, പൈസകളാണ്.
പക്ഷെ ഇവിടെ ഒരു സാധാരണക്കാരൻ സാറിന് ഒരു ഐക്യദാർഢ്യമായിട്ട് വന്നാൽ അത് ഇടനെഞ്ചിൽ അല്ലെങ്കിൽ ഉള്ളത്തിൽ നിന്നും വരുന്ന ആത്മാർത്ഥമായിട്ടുള്ള നൊമ്പരം തന്നെയായിരിക്കും. ആ ഒരു വാക്ക് ഈ മനസ്സിനുള്ളിൽ ഉണ്ട് സാർ. സാറിനോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.